ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ലവീനയുടെ ബേബി ഷവറാണ്. അപ്പോൾ ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഹാളിൽ പോവാണ്. അപ്പോൾ ഇവിടെ ടൈം ഇപ്പോൾ 1 o'clock ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി ലവീനയുടെ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തായെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വൈറ്റിലാണ്, ഞാൻ മാത്രമാണ് ബ്ലൂവിലുള്ളൂ. ആരുടെ വൈറ്റിലും അല്ല, ഇവര് 3 പേരും വൈറ്റ് കോസ്റ്റ്യൂമാണ്. അപ്പം ഞാനും വൈറ്റ് ഇടാന്ന് വെച്ചാണ്, പക്ഷേ സം റീസൺ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാനപ്പോൾ അത് ബ്ലൂവിൽ ലാസ്റ്റ് എത്തി. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ്സ് എ ബോയ്. നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഗേൾസിന് ഗേൾസും ബോയ്സിന് ബോയ്സുമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തിങ്കിങ്ങിൽ ഞാൻ വിചാരിക്കുന്നു ബോയ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബ്ലൂ ചൂസ് ചെയ്തതും. അപ്പോൾ എന്തായാലും കാണാം. അപ്പം നമ്മൾ ഓൺ ദ വേ ആണ്. 5 o'clock തുടങ്ങുന്നതാണ്. പക്ഷേ അവിടുത്തെ ഡെക്കറേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ തന്നെ ഒരു 4:45 ഞാൻ റിട്ടേൺ വന്നത്. അപ്പോൾ അവിടുത്തെ ഡെക്കറേഷൻ സ്റ്റിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എന്തായാലും അറിയത്തില്ല. അവിടെ അബിയും പിന്നെ കുറച്ച് ഫ്രണ്ട്സും അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റിൽ. അപ്പോൾ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഇപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ്. നമുക്ക് കാണാം. Say hi. It's a video, okay? It's a video, okay, not photo. She was crying. Happy birthday. May God bless you abundantly. Let's cut the cake. This for you.
ബിഗ് ബ്രദറാണ് ബോക്സ് പൊട്ടിക്കുന്നത്. സ്കാനിങ് കഴിഞ്ഞ് ഫസ്റ്റ് അനു നേരെ വന്നിട്ട് ഇവിടെ ഇ ഡിയിൽ വന്നിട്ടാണ് തോന്നുന്നു എനിക്ക് കൊണ്ടുതന്നത്. ഇ ഡിയിൽ വന്നിട്ട് ഫസ്റ്റ് കൊണ്ടുതന്ന കാർഡാണിത്. അന്ന് മുതൽ ഇന്ന് വരെ എങ്ങനെ സൂക്ഷിച്ചെന്ന് എനിക്കെന്നെ അറിയത്തില്ല. പിന്നെ എൻ്റെ വീട്ടിലും ഉണ്ട് 3 പേര്, അവരൊക്കെ കാണാതെ സൂക്ഷിക്കണമായിരുന്നു. അതുകൊണ്ട് ഫൈനലി ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ഇവിടെ വരെ എത്തിച്ചു. അപ്പൊ ഓപ്പൺ ചെയ്യാം. റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? ആർക്കും എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ? മമ്മിയും ഈ എടുക്കണ അമ്പർലക്കകത്ത് കളർ റിവീൽ ആയിട്ടുണ്ട്. അവർ കറക്റ്റ് അമ്പർല എടുക്കുവാണെങ്കിൽ നമ്മുടെ ജെൻഡർ ഇപ്പൊ റിവീൽ ആയിരിക്കും. സോ അല്ലാന്നുണ്ടെങ്കിൽ അഗെയിൻ യു ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. സോ എനിക്കൊന്ന് ലവീനിയോ അനോ ഇവിടെ ചേർത്ത് ഫ്രണ്ടിൽ ഇരിക്കണായിരിക്കും തോന്നുന്നു. അമ്പർലക്കകത്ത് കളർ റിവീൽ ആയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു അമ്പർല മമ്മിയും മമ്മി എടുക്കാം. We'll go for the next task. Ready? അയ്യോ റെഡി. രവിയുടെ ടെൻഷനാണ് രവിയുടെ മമ്മിക്ക് കൊടുക്കുന്നത്. ചൂസ്. മമ്മി ഒന്ന് കാണാതെ ഇവിടെ കൊണ്ടുപോയി. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ബ്ലൈൻഡ് ഫോൾഡ് അനുവിനും രവിനും ബാക്കിൽ നോക്കിയിരിക്കാം, ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കാം ഓഡിയൻസിന്. ഇനി പപ്പയും മമ്മിയും ഓപ്പൺ ചെയ്യും. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു. കമത്തി ഓപ്പൺ ചെയ്തു. പപ്പയ്ക്ക് ഒന്ന് വന്ന് നോക്കാം. ടിവിയുടെ വായിൽ പാസീവ് വെച്ചെടുക്കണം. അതാണ് പപ്പയുടെ ടാസ്ക്. മാറുക. ഞാനെന്താ പപ്പ കണ്ണ് കെട്ടണം. ഓക്കെ, പപ്പ ഞാൻ വിളിച്ചോണ്ട് പോയി നടക്കോളെ. ഓക്കെ, പപ്പ മുന്നിലോട്ട് നോക്കിയോ. പപ്പ കറക്റ്റ് ആണോ പാസീവ് വെക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ റെഡിയാണോ? പപ്പയുടെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ആ കൈയ്യടി പോരാ, നിങ്ങൾക്ക് നന്നായിട്ട് കൈയടിക്കാൻ അറിയാം. കൈയടിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ കൈയ്യടി കൊടുത്തേ. ഓക്കെ, പപ്പ റെഡിയാണോ? ഓക്കെ, പപ്പ റെഡി ആയിട്ട് വെച്ചോ. റെഡി 1 2 3 ഗോ. പപ്പ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പപ്പ പാസീവ് വെച്ചോളൂ. ഇതാണ് പപ്പ ബോർഡ്. അതാണ് ബോർഡ്. നല്ലൊരു കൈയ്യടി എടുക്കാം. പപ്പ കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് നല്ലൊരു കൈയ്യടി കൊടുക്കാം. സോറി അനു, പപ്പ കറക്റ്റ് പാസീവ് വെക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ ജെൻഡർ റിവീൽ ചെയ്തേനെ. സോ അഗൈൻ നിങ്ങളുടെ ടൈം ആയിട്ടില്ല. അതുകൊണ്ട് അനു അല്ല അനീന. സോ രണ്ടുപേരും രണ്ട് സൈഡിൽ നിൽക്കുക. റോബി പ്രിപ്പയർ ചെയ്ത് ആ സാധനം ഒന്ന് കൊണ്ടുവരാമോ? ലവീനിയാനും കണ്ണില് ക്ലോസ് യുവർ ഐസ് പ്ലീസ്. ക്ലോസ് യുവർ ഐസ്. ഓക്കെ, അവിടെ നിന്നോളാം. നമ്മുടെ റോബി എന്തോ ഒന്ന് ഓക്കലൻഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കായിട്ടുള്ള അടുത്ത ടാസ്ക്. നമ്മുടെ റോബിയുടെ വകയാണ്. റോബി പ്ലീസ്. റോബി എന്താണ് ഓക്കലൻഡിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്? സ്പെഷ്യൽ ആയിട്ടാണ് റോബി കൊണ്ടുവന്നിരിക്കുന്നത്. റോബി കൊണ്ടുവന്നിരിക്കുന്നത് ഈ സാധനത്തിലാണ് നമ്മൾ ജെൻഡർ റിവീൽ ചെയ്യാൻ പോണത്. ഇനി നിങ്ങളുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഇതിൽ മുക്കണു. എന്നിട്ട് ഓപ്പോസിറ്റ് ടീഷർട്ടിലും അനു ലവീനയുടെ ഗൗണിലും ആ കളറ് വെക്കണം. അവിടെയാണ് നമ്മൾ ജെൻഡർ റിവീൽ ചെയ്യുന്നത്. ഓൾറൈറ്റ്, റെഡി? അറിയാമല്ലേ ടാസ്ക്? ഓക്കെ, റെഡി? ലവീന റെഡി?
അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. ഇവരൊന്ന് കളറ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, അപ്പൊ റെഡിയാണ് എല്ലാവരും? ആദ്യം ആരും വെക്കണം? ആരും വെക്കണോ? ലെവീന വെക്കണോ? ആരാദ്യം വെക്കണം? ലെവീന ആരാനോ? ആനോ? ഓക്കെ. ഓക്കെ, ഓക്കെ. ഇനി അടുത്തത് ലെവീന. ആരും എന്റെ കയ്യിൽ തേക്കരുത്. ഓക്കെ, ഒരാൾ ഒന്ന് വരുവാണെങ്കിൽ അവരുടെ കൈക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ലെവീന. ആരും അപ്പൊ രണ്ടുപേരും ഒന്ന് മത്സരിച്ചത് ഡോളി ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കാണ്. സോ നന്നായിട്ട് പോട്ടെ. കളർ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ. സോ എല്ലാവരും നല്ല കൈയ്യടി കൊടുക്കുക. ഓക്കെ, കമോൺ. ലെവീന ആൻഡ് അനു ഫാസ്റ്റ്. നന്നായിട്ട് ലെവീന നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അനു അത്ര പോരാ. അപ്ലൈ ചെയ്യാം. ലെവീന കംപ്ലീറ്റ് ആയിട്ടില്ല. ലെവീന നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അനുവാണ് വെരി സ്ലോ. കുറച്ചും കൂടെ ചെയ്താൽ നന്നായിരുന്നു. മുഖത്ത് വേണ്ട. പക്ഷെ ലെവീന ഒന്നും കൂടെ കളർഫുൾ ആവാനുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടോ? ഓക്കെ, മതിയോ? ഓഡിയൻസ് ഒന്ന് പറഞ്ഞേ. റെഡി? മതിയോ? ഇത്രയും കളർ മതിയോ? പോരാ? ഓക്കെ, ഓഡിയൻസിന് മതിയായില്ല. മതിയാണോ നിങ്ങളൊന്ന് പറയാം. അവർ അതുവരെ തേച്ചുകൊണ്ടിരിക്കും. മതിയോ? റെഡിയാണോ? ഇന്ന് റിവീൽ ചെയ്യട്ടെ? ഓപ്പൺ ചെയ്യട്ടെ? റെഡി? 1 2 3 ഓപ്പൺ ചെയ്തു. ഇത് എന്റെ ടാസ്ക്, എന്റെ തെറ്റല്ല, പപ്പയുടെ തെറ്റാണ്. പപ്പ കറക്റ്റ് ഫസ്റ്റ് പേപ്പർ റിവീൽ ചെയ്തില്ല. സോ ലെറ്റ്സ് എൻജോയ്. നിങ്ങളുടെ ഹോളിഡേ ആണ്. നിങ്ങൾക്ക് ഇന്ന് ഹോളിയാണ് മക്കളെ. ഇന്ന് എനിക്ക് കിട്ടിയ ചാൻസ് ആണ്. അത് അപ്പൊ വേറെ കളർ കിട്ടിയില്ല. അപ്പൊ ഈ ഒരു കളറിലാണ് നമ്മുടെ ജെൻഡർ റിവീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ കളറിലായിട്ട് കുളിക്കാൻ പോകണം. അപ്പൊ alright, so we got a guest from here. So the thing is that someone complained him about the noise actually. So brother, I just want to tell you that actually here we are conducting a gender reveal party. So they are my friends actually. So I think they got a complaint from outside that someone is. No, actually, this is my friends who are just. This is a party. So do you want to ask something like that? This is a gender reveal party. Means we are just, that they are the one. So Anu and Lavina, could you please come over here? Yeah, sorry, this is the happy moment. But when you meet, come in between. I'm going to reveal. So guys, are you happy to reveal the party by this special dance? Are you ready for that? Alright. Are you ready for that? Yes. We want more noise. Yes. Alright. So, Anu and Lavina, are you ready for that? If someone is not ready, tell me. So, give them a big round of applause for him. So, he just brought something for Anu and Lavina. So, brother, you want to reveal it now? Or do you want to ask something with them? What's your name? Anu. So why don't you reveal the name? Alright. Alright. You want mine? Okay. Yeah? You can just ask them. I don't know whether they are ready for that or what. So, can you just ask them what they want? Whether they want a baby boy or a baby girl? What do you want? Okay. You think it's So, a boy, but what Anu- do you want? Do you want girl or boy? Yeah, what do you think? so What's your name? Adrian.
Yeah. And ഒരു 2-3 പേരും കൂടെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. Okay. So നമ്മൾ actually now is a time to reveal the gender. So guys, would you please give them a big round of applause? And it's a time to reveal the gender. So ready? Run. അത് കാത്ത് പിടിക്കും. Ready? 1, 2, 3. Let's go. Congratulations to Emily. Hand is complete now. So brother, thank you so much. Yeah, now you can enjoy your party. Not in a loud. So Okay, enjoy the party. Thanks everyone. alright, thank you so much for coming over here and make this party wonderful. Just have this dinner and then we'll go. നമ്മുടെ ജെൻഡർ ഒന്ന് റിവീൽ ചെയ്ത് ഞാനൊന്ന് ഇച്ചിരി കൂടെ പാനിക് ആവുന്നു. പിന്നെ ലവീനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ആ ഒരു സീൻ വഷളാവെന്ന് തോന്നി. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ഓർത്തില്ല സീൻ വഷളാവും, അതുകൊണ്ട് അതങ്ങോട്ട് റിവീൽ ചെയ്തു. സോ എല്ലാവരും ഹാപ്പിയാണ്. ഇനി ഒരു ചെറിയ ടാസ്ക് ആദ്യക്കുട്ടനാണ് കേട്ടോ. മമ്മി പപ്പി ഒന്ന് സ്റ്റേജിലേക്ക് വരിക. സോ ഇത് മമ്മിയും പപ്പയ്ക്കുള്ള ടാസ്ക് ആണ്. ഇതിൽ ഓരോ സാധനം മമ്മിക്കും പപ്പയ്ക്കും കിട്ടുമ്പോഴും അത് അവർക്ക് കൊടുക്കാം. നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ഒരു ടാസ്ക് ആണ്. സെയിം. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവരും ജെൻഡർ റിവീൽ ചെയ്ത് പറഞ്ഞു. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൽ എന്താണോ മമ്മിക്ക് കിട്ടുന്നത്, എന്താണോ പപ്പയ്ക്ക് കിട്ടുന്നത്, അത് അവർക്കൊന്ന് കൊടുക്കാം. ഓക്കെ. ഇതിൽ കിട്ടുന്ന ഓരോ സാധനം മമ്മിയും പപ്പയും യൂസ് ചെയ്ത് അനുവിനോ ലവീനയ്ക്കും കൊടുക്കാം. ആദ്യം പപ്പയ്ക്ക് എടുക്കാം, അത് ഓപ്പൺ ചെയ്യാം. അനുവിനും ലവീനും ആ സാഷെ റിമൂവ് ചെയ്യാം. ഇത് ലവീനും. Man behind the pump. Man behind the pump. അപ്പൊ എന്താണോ എഗെയിൻ ഇതിൽ എന്താണോ ടാസ്കുകൾ ഞങ്ങളത് യൂസ് ചെയ്ത് വരാന്ന് മാത്രമാണ് ഉള്ളത്. അപ്പൊ പപ്പ അനുവിന് കൊടുക്കാം, മമ്മിക്ക് ലവീനയ്ക്ക് കൊടുക്കാം.